ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 53-ാമത്തെ ശ്ലോകം. ശ്രുതിഭിപ്രതിപന്നാദേ യഥാസ്ഥാസ്യതി നിശ്ചല സമാധാ വചലാ ബുദ്ധി തഥായോഗമവാപ്സ്യസി. അതായത്, വിവിധ ശാസ്ത്രോക്തികൾ ശ്രവിച്ച് പതറിപ്പോയ നിന്റെ ബുദ്ധി എപ്പോഴാണോ സമാധിയിലുറച്ച് നിശ്ചലമായിരിക്കുന്നത് അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചതുകൊണ്ട് മനസ്സൊരിക്കലും ആത്മനിഷ്ഠയെ പ്രാപിക്കുന്നില്ല. നിരന്തരമായ അഭ്യാസത്തിലൂടെ മനസ്സിൻ്റെ സമചിത്തത കൈവരിക്കാൻ കഴിയണം. മനസ്സിൻ്റെ സമചിത്തത തന്നെയാണ് യോഗം. യോഗത്തിൽ ഉറച്ച ചിത്തം ആത്മനിഷ്ഠയെ പ്രാപിക്കുന്നു. എന്നാൽ മനസ്സ് അതിൻ്റെ പ്രകൃതമനുസരിച്ച് സദാ ഇളകിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും അത് നിശ്ചലമായി ഇരിക്കുന്നില്ല. നമ്മൾ പുറമെ ഒരാൾ വളരെ ശാന്തനും നിശ്ചലനും പ്രസന്നനുമായി കണ്ടേക്കാം. എന്നാൽ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അയാളുടെ യഥാർത്ഥ മുഖം വിറച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് ഒരിക്കലും അവിടെ ശാന്തമായി ഇരിക്കുന്നില്ല. മനസ്സ് ഒരു നിമിഷം ഇവിടെയുണ്ട്, അടുത്ത നിമിഷം അത് വേറെ എവിടെയെങ്കിലുമാണ്. എല്ലാവരും തന്നെ സദാ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു സ്വസ്ഥതയും ലഭിക്കുന്നില്ല. മനസ്സ് ഒരിക്കലും ശാന്തമായി ഇരിക്കുന്നില്ല, അചഞ്ചലമായി ഇരിക്കുന്നില്ല. നമ്മുടെ ആന്തരിക ദൗർബല്യത്തെ അതിജീവിക്കാത്തിടത്തോളം ഈ ലോകത്ത് ആർക്കും തന്നെ സ്വസ്ഥമായ ഒരു ജീവിതം സാധ്യമല്ല. ആന്തരിക ദൗർബല്യത്തെ അതിജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഈ ലോകത്ത് നമുക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യോഗനിഷ്ഠയെ പ്രാപിക്കണം എന്ന് പറയുന്നത്. യോഗനിഷ്ഠത തന്നെയാണ് ആത്മനിഷ്ഠ എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച് പ്രസംഗിച്ചത് കൊണ്ട് ഒന്നും തന്നെ മനസ്സടക്കം സാധ്യമാവുകയില്ല. നിരന്തരമായ അഭ്യാസം തന്നെയാണ് മനസ്സിനെ അടക്കുവാനുള്ള ഒരേ ഒരു വഴി. കഠിനമായ പരിശീലനാഭ്യാസത്തിലൂടെ കടന്നു പോകേണ്ടി വരും മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ. കാരണം നമ്മുടെ ശീലം സ്വഭാവം നമ്മെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് നിശ്ചലമായിരിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സവിടെ ഇരിക്കില്ല. മനസ്സ് എവിടേക്കെങ്കിലും പോയിക്കൊണ്ടിരിക്കും. ഭൂതകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ നമുക്കൊരിക്കലും ഒരു സംതൃപ്തി ലഭിക്കില്ല ജീവിതത്തിൽ. അതാണ് ഇന്ന് എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകണമെങ്കിൽ മനുഷ്യൻ യോഗനിഷ്ഠയിൽ എത്തിച്ചേരണം. സാധനയിൽ ആത്മധ്യാനത്തിൽ മുഴുകാൻ കഴിയണം. എപ്പോൾ മനുഷ്യൻ അവൻ്റെ അന്തരംഗത്തിലേക്ക് കടക്കുന്നുവോ, എവിടെ മനുഷ്യൻ അന്തർമുഖനായിത്തീരുന്നുവോ അപ്പോൾ അവനിലെ ധാർമ്മിക ബോധം ഉയർന്നു വരുന്നു. ധാർമ്മിക ബോധം ഉണർന്നു വരുമ്പോൾ അവനിലെ വ്യക്തിസത്ത വികസിച്ച് വിശ്വത്തോളം വലുതായിത്തീരുന്നു. എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്ന ബോധത്തിലേക്ക് ഉയരുന്നു. യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ ഇരിക്കാൻ പഠിക്കുക എന്നതാണ്. തന്നെ തന്നെ അറിയുക എന്നതാണ്. തന്നിൽ തന്നെ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, തന്നെ തന്നെ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഒന്നും ആത്മീയത ഉണ്ട് എന്ന് പറയുവാൻ കഴിയുകയില്ല. എല്ലാം ഒരു വേഷം കെട്ടൽ മാത്രം. അങ്ങനെയും കഴിഞ്ഞു പോകാം, അത്രയേ ഉള്ളൂ. ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഒരു സാധകന് മാത്രമേ യോഗനിഷ്ഠ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. വിട്ടുവീഴ്ചയില്ലാതെ സാധന തുടരണം. അതിന് വിവേക വൈരാഗ്യം ഉണർന്ന് പ്രവർത്തിക്കണം. എങ്കിലേ അത് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഭൗതിക വസ്തുക്കളിൽ എപ്പോഴും മനസ്സിന് ആസക്തി തോന്നിക്കൊണ്ടിരിക്കും. ആസക്തമായ മനസ്സ് ഒരിക്കലും നിശ്ചലമായിരിക്കുകയില്ല. അത് ധ്യാനോന്മുഖമാവുകയില്ല. ഒരു മദ്യപാനി സദാ മദ്യം ശരീരത്തിന് ഹാനികരമാണ് എന്ന് പറയുകയും മദ്യപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിലെന്തർത്ഥമാണുള്ളത്? അതുപോലെയാണ് ഒരു വിഷയാസക്തൻ്റെ മനസ്സ്. അയാൾക്കൊരിക്കലും ഏകാഗ്രത കിട്ടുകയില്ല. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ നശ്വരത മനസ്സിലാക്കി ആത്മനിഷ്ഠയിൽ മനസ്സിന് ഉറപ്പിച്ച് നിർത്താൻ കഴിയണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ശാസ്ത്രങ്ങൾ പഠിച്ച് ആ ശാസ്ത്രമാണോ ശരി, ഈ ശാസ്ത്രമാണോ ശരി എന്ന് മനസ്സിളകിക്കൊണ്ടിരുന്നാൽ മനസ്സ് യോഗത്തെ പ്രാപിക്കില്ല എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയുന്നതായിരിക്കും.